നമസ്കാരം. ഇന്നലത്തെ നെറ്റ്സിലെ പ്രാക്ടീസ് വെച്ച് നോക്കുവാണെങ്കിൽ വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവിനെ പ്ലേയിങ് 11 ചേർക്കാനുള്ള സാധ്യതയുണ്ട്. കുൽദീപ് യാദവിന്റെ ചൈനാമാൻ ആക്ഷൻ ന്യൂസിലാൻഡ് ടീമിനെതിരെ നന്നായി പ്രയോഗിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഇനി അതല്ല, ഇവര് കഴിവിനെ മാത്രമാണ് നോക്കുന്നതെങ്കിൽ വരുൺ ചക്രവർത്തിയെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ഇവരിൽ ആര് വന്നാലും കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് സിറാജ് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്തതായിട്ട് കാണാനിടയായി. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. പിന്നെ ചില ചാനലുകൾ തമാശ രൂപേണ അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയോ ബെറ്റിൽ തോറ്റത് കൊണ്ട് കുറച്ച് സമയം ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതായത് തോറ്റുപോയതിൻ്റെ പകരമായിട്ട് കുറച്ച് സമയം ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാമെന്നായിരിക്കാം സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഒരു നല്ല ഫൈനൽ മാച്ച് ഉണ്ടാവട്ടെ. അപ്പോൾ ബൈ.